ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കഥ, ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു ക്വാർട്ടർ പോലെ റിവ്യൂസിൽ വന്ന് യൂട്യൂബിൽ ഒരു വൈഡ് സ്പ്രെഡ് ക്രൗഡിന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ എടുത്തതിൻ്റെ പേർപ്പസ് തന്നെ എല്ലാ രീതിയിലും ഇല്ലാതാവുകയാണ്. അതായത് ഒരാൾ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോർപ്പറേറ്റ് സൈഡിലുള്ള ഫണ്ടിങ്ങോ ഒന്നുമല്ല. അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്തിറക്കിയ ഒരു സിനിമയുടെ തിരിച്ച് കളക്ഷൻ, അതായത് ആൾക്ക് റിട്ടേൺസ് കിട്ടേണ്ട ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അതിനെ മുടക്കുന്ന രീതിയിലായിരുന്നു ഈ റിവ്യൂസ് വന്നത്. അല്ലാതെ ഒരു പ്രേക്ഷകൻ എൻ്റെ പെർഫോമൻസോ അല്ലെങ്കിൽ സിനിമയുടെ ഔട്ട്പുട്ടിനെയോ കണ്ടിട്ട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വിലയിരുത്തിയോണ്ടല്ല നമ്മൾ ഇരുന്ന് പറയുന്നത്. സിനിമയുടെ പ്ലോട്ട് വിടുന്ന രീതിയിലും അല്ലാതെ ഒരു പരിധിക്കുള്ളിൽ ഇതേപോലെ കപ്പർ ബേസ്ഡ് ആള് അതേപോലെ നമുക്കറിയാം നമ്മളവിടെ സിനിമ ഇറക്കിയിട്ടില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ അദ്ദേഹം അത് കാണുന്നത് പൈറേറ്റഡ് കോപ്പി വഴിയായിരിക്കും. അതെങ്ങനെയാണ് അവിടെ വരെ ഫസ്റ്റ് ഷോയിൽ എത്തിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ബട്ട് അങ്ങനെ എത്താൻ സാധ്യത കുറവായതുകൊണ്ട് ഐ തിങ്ക് ഹി വിൽ വാച്ച് ദ ഫിലിം. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. സോ ദാറ്റ്സ് വൺ തിങ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏത് തിയേറ്റേഴ്സാണെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ചില തിയേറ്റേഴ്സിൽ ഫസ്റ്റ് ഹാഫ് നമ്മുടെ ക്രൂബൈ കണ്ട ഷോയിൽ, അതായത് ഡയറക്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ ക്രൂബൈ കണ്ട ഷോയിൽ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് പോയി സംസാരിച്ചിട്ട് സെക്കൻഡ് ഹാഫിലായിരുന്നു വിഷ്വൽ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും കറക്റ്റ് ലെവലിലോട്ട് വന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുക, ഇത് ഇവിടെ ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യത്തില്ല, പക്ഷെ തിയേറ്റർ ഓണേഴ്സായിട്ട് ഞാൻ സംസാരിക്കും. കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവരിൽ പലരും ഇത് അറിഞ്ഞു പോലും കാണത്തില്ല ഇങ്ങനെ സംഭവിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതെനിക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ട് തിയേറ്റർ ഓണേഴ്സിനെ കണ്ട് ഞാൻ സംസാരിക്കുന്നത്. കാര്യം അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സിനിമ നടന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ തീർച്ചയായിട്ടും ദാറ്റ്സ് ഓൾസോ സംതിങ് ഐ വിൽ ബി ഡൂയിങ്. എല്ലായിട്ടും പറഞ്ഞ പോലെ, അതായത് എനിക്കൊരു പറ്റി കൂടുതൽ ഈ വ്ളോഗേഴ്സിന്റെ പേരെടുത്ത് പറയുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ ഈ സിനിമ മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഒരു കാര്യമില്ല. അത് കാശ് വാങ്ങിയോ കാശ് വാങ്ങാതെ എന്തൊക്കെയോ കാരണം കൊണ്ട് അപ്പോൾ പേഴ്സണൽ അജണ്ട വെച്ചിട്ടായിരിക്കും. ഭയങ്കര ഇറ്റ് ഡസന്റ് സൗണ്ട് ലൈക്ക് ക്രിറ്റിസിസം ഓർ നെഗറ്റീവ് റിവ്യൂ. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഫെയർ. നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. യു കനോട്ട് കംപ്ലീറ്റ്ലി കിൽ ഓഫ് സംവൺസ് വർക്ക്. ഈ ഒരു പ്രോജക്റ്റ് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും എല്ലാവരും പറഞ്ഞതുപോലെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് ഇതിലൂടെ ഇനി ഇതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറിന് വരാൻ കോൺഫിഡൻസ് വരട്ടെ. എനിക്കൊരു സിനിമ തന്നത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ്, കോർപ്പറേറ്റ് അല്ല. സോ അതേപോലെ പ്രൊഡ്യൂസേഴ്സ് ഇനിയും മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. സിനിമകൾ അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു പ്രതീക്ഷയോടെ മാത്രം ഇരിക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് ഹേറ്റ് ക്യാമ്പയിൻ. ഞാൻ ഒരുപാട് അഗൈൻ അതിൽ ഡീറ്റെയിൽ പറയുന്നില്ല. അത്യാവശ്യം ഒരു ബയസ്, ഒരു ന്യൂട്രൽ പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന ഏതൊരു മനുഷ്യനും എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹേറ്റ്. അതായത് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ ഒന്ന് പഠിച്ച് എൻ്റെ പണി ചെയ്ത് പോകുന്ന നോക്കുന്നവരാണ്. ആ എൻ്റെ സിനിമയെ പോലും പല പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളിൽ എവിടെ നിന്നാണ് വരുന്നത്. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ ഈ പറയുമ്പോഴത്തേക്കും എൻ്റെ ജോലിയെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും അദ്ദേഹം വേറെ ആളെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ഓൾമോസ്റ്റ് 3-4 years ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് അത്രയും കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. സിനിമ ഇറങ്ങിയ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കാണാത്ത ഒരു റിവ്യൂ ഇടുന്നു. ഇൻ എവറി വേ അവരോടത് ഫെയർ ആണ്. എനിക്ക് കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഐ ജസ്റ്റ് ഹോപ്പ് ഇങ്ങനെ ഒരു പാക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കിട്ടട്ടെ. ഞാൻ ഒരു നെപ്പോ പ്രോഡക്റ്റാണ് ഇരുന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് സഹായിക്കാനുള്ള ഒരു അവസ്ഥ പോലും അല്ല. ബട്ട് give them an opportunity to grow. അവരുടെ സിനിമയും ഒരു ഫെയർ ലെൻസിലൂടെ കാണുക. അതായത് ഇപ്പോൾ എന്നോടുള്ളൊരു ഇഷ്ടക്കുറവുകൊണ്ട് വേറൊരാളുടെ കഷ്ടപ്പാടിനെ ഇല്ലാതെ ആക്കരുത്. എനിക്ക് അത്രേ പറയാം.